അയ്യോ എന്തോന്നാണ് ഇത്? അതൊന്നും ഞാൻ ചെയ്തതല്ല. നിനക്കൊക്കെ കിടക്കാൻ ഇവിടെ സ്ഥലം കണ്ടോളാം. മേലായി പരിസരത്ത് കണ്ടുപോട്ട് എണീറ്റ് പോടാ. തെണ്ടി പരീക്ഷകള് ഈ വിദ്യാഭ്യാസം കാരണം ഇന്നത്തെ ദിവസം പോക്ക മുന്നിൽ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാത്രിയിലാണ് കനകൻ ഈ നഗരത്തിലെത്തുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ തൻ്റെ ജന്മദേശം വിട്ട് ഈ നഗരത്തിൽ ചേക്കേറേണ്ടി വന്ന അയാൾക്ക് ഏത് തൊഴിലെടുത്ത് ജീവിക്കാനും ഒരു മടിയുമില്ലായിരുന്നു. ഞാൻ അയാളെയും കുടുംബത്തെയും ബഷീറിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ കനകൻ്റെ ജീവിത വൃക്ഷത്തിൽ വസന്തത്തിൻ്റെ പൂക്കൾ വിരിയാൻ തുടങ്ങി. പക്ഷേ എന്താ പേര്? പേടിക്കണ്ട, പേര് പറ. ചെവി കേട്ടൂടെ അമ്മാവാ? സുരേഷേ, നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ പെരുമാറരുതെന്ന്. പിന്നല്ലാതെ ചോദിച്ചാ പറയണ്ടേ? ചേട്ടൻ പേര് പറയണം. കനകൻ. വിലാസം അറിയാമെങ്കിൽ പറയണം. സ്ഥിരമായൊരു വിലാസം
ഇപ്പോഴില്ല. അങ്ങനെയുള്ളവർക്കൊരു വിലാസം ഉണ്ടാകുവാനാണ് ഞങ്ങൾ ഈ സ്ഥാപനം നടത്തുന്നത്. ഇനി മുതൽ ചേട്ടന്റെ വിലാസം ഈ ശാന്തി മന്ദിരമാണ്. സുരേഷേ, ചേട്ടനെ കൊണ്ടുപോയി മുടിയൊക്കെ വെട്ടി വൃത്തിയാക്ക. അഗതികൾക്കായി തുറക്കുന്ന വാതിലിൽ നരകതീർത്ഥം അതേറ്റുവാങ്ങിടുവാൻ നരനു ജന്മം പകുത്ത വസുന്ധരേ വിരവിലെന്നെയും ഏറ്റുവാങ്ങിടുക. വ്യഥകൾ കുമിയുന്ന മൺപുരയ്ക്കുള്ളിൽ ഒരു ദരിദ്രന്റെ തേങ്ങലായ ജീവിതം ചിതയൊരുക്കാനൊരുങ്ങുന്ന രാവിൽ മൃതിയിലുരുകുന്നൊരാൾ രൂപമാണതിൽ. ഇവിടെ വന്ന ദിവസം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഒരു മനസ്താപം. പിന്നെ മനസ്സിലായി വല്ല കടത്തിനേലും കിടക്കുന്നതിലും ഭേദം ഇവിടം തന്നെയാണെന്ന്. തെണ്ടികളായ നമുക്ക് ഇവിടെ സ്വർഗമാണ്. ആര് പറഞ്ഞ തെണ്ടിയാണെന്ന്? ദേ, വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഉറ്റവർക്കും ഒരുക്കൽക്കുമൊപ്പം തെരുവിലലയുന്ന നിഴലുകൾക്കൊപ്പം പഴയ ഭാരങ്ങൾ പടതുള്ളിയിരുളിൽ കണ്ണുപൊത്തി കളിക്കയാണിന്നും. കൃഷ്ണമണിയിലെ ചന്ദ്രകാന്തത്തിൽ കാത്തുവച്ചൊരാ കനക സ്വപ്നങ്ങൾ കാരുരുക്കിൻ്റെ മൂർച്ച പോലിന്നും കുതറിടാതെ കലമ്പൽ കൂട്ടുന്നു. നിനക്ക് അവനോട് ഇഷ്ടമുണ്ടാ? ഉണ്ട്. ഞാനില്ലാത്തപ്പോ അവൻ ഇവിടെ വരാറുണ്ടടി. ഈ കൊച്ചു അവൻ്റെതാണോ? അതിനടുത്ത് പോയി இந்த சினிமா எத்தனை வாட்டி பார்த்தாலும் சலிக்காது. സൂപ്പറാ ഇருக்கு. പഴയകാല സിനിമകൾ കണ്ടാൽ നമ്മുടെ ജീവിതം പോലെ തന്നെ തോന്നും. ആമാ, പിടിത്തം. ഇതിലെ അനുഭവം പോലെ ആയിരുന്നു എൻ്റെയും. അവള് എൻ്റെ ഭാര്യ ഒടുവിൽ ഒരുത്തൻ്റെ ഒളിച്ചോടിപ്പോയി. அப்படியா? നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ഹർത്താലിനെ കുറിച്ചുള്ള ട്രൂ ടിവിയുടെ ഓപ്പൺ ഫോറത്തിലേക്ക് സ്വാഗതം. ഹർത്താലുകൾ മൂലം ജനങ്ങൾ നിരവധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. ഗവൺമെന്റിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാകുന്നു. നിയമം മൂലം ബന്ദ് നിരോധിച്ചപ്പോൾ ഹർത്താലിന്റെ രൂപത്തിൽ അത് നമ്മെ വേട്ടയാടുന്നു. എപ്പോഴും ഏതു കടലാസു സംഘടനകൾക്കും ഹർത്താൽ നടത്താമെന്ന സ്ഥിതിയാണ് കേരളത്തിനുള്ളത്. ഹർത്താൽ ആർക്കുവേണ്ടി? ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ പ്രശസ്ത സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ പി പണിക്കർ, പ്രശസ്ത നാടക പ്രവർത്തകയും അധ്യാപികയുമായ ശ്രീമതി ദേവി മേനോൻ, പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ച് ആദർശ രാഷ്ട്രീയത്തിന്റെ വേറിട്ട ശബ്ദമായ ശ്രീ ഉണ്ണിത്താൻ, കൂടാതെ പൊതുപ്രവർത്തകരും പങ്കെടുക്കുന്നു. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകയും എഴുത്തുകാരിയുമായ ശ്രീമതി ദേവി മേനോൻ, എന്താണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഹർത്താലിനെ കുറിച്ച് മാഡത്തിന് പറയാനുള്ളത്? ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഈ പരിഷ്കൃത സമൂഹത്തിൽ ഹർത്താൽ പോലെയുള്ള ഇത്തരം സമരമുറകൾക്ക് യാതൊരു പ്രസക്തിയുമില്ല.
നമ്മൾ കേരളീയർ വളരെയധികം ഗൗരവമായി ചിന്തിക്കണം. ഈ കാടൻ സമര രീതി ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉപേക്ഷിക്കേണ്ട കാലം എന്നേ കഴിഞ്ഞു. ഈ അഭിപ്രായത്തോട് രാഷ്ട്രീയ പ്രവർത്തകനായ ഉണ്ണിത്താൻ സാർ താങ്കൾ യോജിക്കുന്നുണ്ടോ? അതെങ്ങനെ പറ്റും? മനുഷ്യന്റെ അവകാശങ്ങൾ കൈവെക്കുമ്പോൾ, അവന് സാമൂഹ്യ നീതി നിഷേധിക്കുമ്പോൾ, അഴിമതിയും അരാജകത്വവും നടമാടുമ്പോൾ അവന് പ്രതിഷേധിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? അതിന് ഹർത്താൽ പോലുള്ള മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന സമരമുറകൾ വേണോ? അധികാരി വർഗത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ ചിലപ്പോൾ അത് വേണ്ടിവരും. ആരാണ് ഈ അധികാരി വർഗം? നിങ്ങളൊക്കെ തന്നെയല്ലേ മാറിയും മറിഞ്ഞും ഭരിക്കണത്. നിങ്ങൾ ഭരിക്കുമ്പോ ആരെയും കണ്ണും തുറപ്പിക്കണ്ട, സമരവും ഇല്ല, ഒരു ഹർത്താലും ഇല്ല. ഭരണം പോകുമ്പോ ആഴ്ചയിൽ ഓരോ ഹർത്താല്, സമരം, പിന്നെ ജാഥ. എന്തിനാ സാറേ ഇതൊക്കെ? അനിയാ, ചുമ്മാ ചട്ടയും മുണ്ടും വടി പോലെ തേച്ച് മിനുക്കി ഇട്ടോണ്ട് നടന്നാ പോരാ. ജനങ്ങളുമായി ഇടപെടണം, അവരുമായി ആത്മബന്ധം സ്ഥാപിക്കാൻ കഴിയണം, അതിനായി പ്രവർത്തിക്കണം. ഞങ്ങളുടെ പാർട്ടിയെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന പാർട്ടിയാ. പിന്നെ ജനങ്ങളെ വഴിമുടക്കി കഷ്ടപ്പെടുത്തിക്കൊണ്ടല്ലേ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത്. കുറച്ചു നാളായി ഞാൻ ഡൽഹിയിൽ ജീവിക്കുന്ന ഒരാളാണ്. സത്യത്തിൽ നമ്മൾ മലയാളികൾക്ക് എന്താണ് സംഭവിച്ചത്? എന്തിനും ഏതിനും ഒരു മുന്നറിയിപ്പും കൂടാതെ ബന്ദ്, ഹർത്താൽ, സമരം, വിലക്കയറ്റത്തിന്റെ പേരിലായാലും ആനുകൂല്യങ്ങളുടെ പേരിലായാലും എന്തിന്റെ പേരിലായാലും ശരി, ഇതൊക്കെ കേരളത്തിൽ മാത്രമുള്ളൂ, മറ്റ് സംസ്ഥാനങ്ങളെ ഒന്നും ബാധിക്കില്ലേ? ഇതെല്ലാം പൗരസ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് സാർ. ഇത്തരം വിഷയങ്ങളിൽ പച്ചയായി പ്രതികരിക്കുന്ന പണിക്കർ സാറിന്റെ വാക്കുകൾ കേൾക്കാൻ പ്രേക്ഷകർ കാത്തിരിക്കുന്നു. കേരളത്തിന് ശാപവും അപമാനവുമായി മാറിയിരിക്കുന്ന ഹർത്താലിനെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഇക്കാര്യം ഇവിടെ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കുമോ? ഇല്ലെന്നറിയാം സാർ, എങ്കിലും സാറിന്റെ അഭിപ്രായം? പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ഇത്തരം സമരങ്ങളിൽ ഇരകളാകുന്നത് സാധാരണക്കാരാണ്. അല്ലാതെ സമരം നടത്തുന്നവർക്ക് ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല. അവർ ശരിക്കും പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടേണ്ടവരാണ്. ഈ ഭൂമുഖത്ത് പിറന്നു വീഴുന്ന ഓരോ മനുഷ്യനും ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് നിഷേധിക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല. എല്ലാറ്റിൻ്റെയും പിതൃത്വം ഏറ്റുകൊണ്ട് ഇവിടെ ഓരോരുത്തർ അരങ്ങ് വാഴുന്നു. രക്ഷകരുടെ പരിവേഷമായി എത്തുന്ന ഇവർ തന്നെ അന്തകരാകുന്നു. നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന കാലാനുസൃതമായ മാറ്റങ്ങൾ പോലെ തന്നെ ഇവിടെ നടക്കുന്ന സമരമുറകളിലും മാറ്റങ്ങൾ ഉണ്ടാവണം. ജപ്പാൻകാരെങ്ങനെയാ സമരം ചെയ്യുന്നത്? പണിമുടക്കിക്കൊണ്ടല്ല, കൂടുതൽ സമയം പണി എടുത്തുകൊണ്ടാണ്. ഒരുവന്റെ സ്വൈര ജീവിതത്തെ ഇതെങ്ങനെ തകർത്തെറിയുമെന്നതിന് എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എൻ്റെ മനസ്സിനെ തന്നെ ഏറെ ഉലച്ചൊരു പാവം മനുഷ്യൻ. ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നതും ഹർത്താൽ കാരണം വഴിയാധാരമാക്കപ്പെട്ട ആ പച്ചയായ മനുഷ്യൻ്റെ കഥയാണ്.